കവളുകൾ നേറിപ്പൊകിയുകയാണ്. മിഴികൾ വറ്റി വരണ്ടിട്ട് നോമ്പുലക്കുന്നു. നിർത്തിയിട്ട് ഓട്ടോയിൽ നിന്നും അന്ന പതിയെ വീടിന് മുന്നിലേക്ക് ഇറങ്ങി. അൽമുറ്റത്ത് തന്നെ ബൈക്ക് കഴുകിക്കൊണ്ട് നിൽപ്പുണ്ട്. അന്നയെ കണ്ടതും അവൻ അടിപിടിച്ച് വീഴുന്നോടത്തോടെ പുച്ഛത്തിൽ ചിരിച്ചു. അന്നൊരു തവണയെ നോക്കിയുള്ളൂ. ആ നോട്ടത്തിൽ പോലും വേദന അടർന്നു കെട്ടുന്നു. അവൾ ഓട്ടോക്ക് പണം നൽകി കോട്ടിന് നെഞ്ചോരം ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ആഹാ, മാലാകപ്പെട്ട് ചേലായിട്ടുണ്ടല്ലോ. അലൻ പരിഹാസത്തോടെ ചോദിക്കുന്നു. മുഖം ഉയർത്തില്ല. അതിനുള്ള ശക്തി എപ്പോഴും നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴിയും മഴഞ്ഞൊഴിഞ്ഞ മുടികളും പാതി കീറിയ കവണും അതിനു മേലെ ചുവന്ന് കൂട്ടും അവളുടെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി അലൻ പൊട്ടിച്ചിരിച്ചു. ഇതെന്തൊരു കോലടി! ഇങ്ങനെയൊന്നും അല്ലല്ലോ രാജകുമാരി രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. മറുപടിയില്ല. അന്ന പുകഞ്ഞു വരുന്ന സങ്കടവും പാതി വിഴുങ്ങി കോട്ടിനെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ഒതുക്കി വെച്ചു. ഏടി വീപ്പ് കുറ്റി, അവനവന് ചേരുന്നത് ഇടാവൂ. നിനക്ക് വല്ല ചുരിദാറോ കൂർത്തിയോ പോലെ ഇട്ടാ പോരായിരുന്നോ? കോളേജിൽ പോക്ക് തുടങ്ങിയെന്നും പറഞ്ഞ് അഹങ്കാരം കാണിച്ച് ഇതുപോലുള്ളതൊക്കെ കുത്തി കയറ്റിയിട്ടാ ദാ എങ്ങനെ ഇരിക്കും. ആ കോളേജ് പിള്ളേർ നല്ലപോലെ പെരുമാറി വിട്ടല്ലേ. അവന്റെ മുന്നിൽ ഒരു മെഴുകുതിരുന്ന ആളം പോൽ അന്ന നിന്ന് ഒരുക്കി വീഴുകയാണ്. ആവോളം കണ്ട് ആസ്വദിച്ചാലും. എടി കോച്ചേ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ കാണുന്നത് തന്നെ എല്ലാവർക്കും വെറുപ്പാ. വെറുപ്പ് മാത്രം. വീർത്ത് വീർത്ത് വീപ്പക്കുറ്റി പോലെ ഭൂമിക്ക് ഭാരമായ ഒരു പാഴ്ജന്മം. എന്തിന്? നമ്മുടെ പപ്പയും അമ്മയും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവര് പോലും ചിലപ്പോൾ നിന്നെ വെറുതേനെ. അത്രക്കും ശാപിക്കപ്പെട്ട ജന്മമാടി നിന്റെ. അലൻ വിരൽ ചൂണ്ടി ആ വാക്കുകൾ പറയുമ്പോൾ ഉയരിപ്പിടിഞ്ഞു പോയി. പിന്നെ ഒരു നിമിഷം അന്ന അവിടെ നിന്നില്ല. സ്വയം തളർന്ന് വീഴുമെന്ന് തോന്നിയതും വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. ഉറങ്ങിക്കിടന്ന് വല്യമ്മച്ചയും കിടന്ന് അവൾ തന്റെ റൂമിലേക്ക് തിരിച്ചു കയറി. തന്റെ മാത്രമായ ആ ലോകത്തിന്റെ വാതിലിനെ കൊട്ടിയടച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് തിരിഞ്ഞു ചാടി. വാതിലിലേക്ക് തല ചേർത്ത് നിന്ന് ഇത്ര നേരം കെട്ടിവെച്ച ധൈര്യമെല്ലാം വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ പേമാരിയായി ആ മിഴിയിലൂടെ ഒഴുകി വീണു. തന്റെ ശരീരത്തിൽ നിന്നും ആ ചുവന്ന തുണിയെ ചുരുട്ടിയെടുത്ത് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ കണ്ടത് തന്റെ ദേഹത്ത് നിന്നും പൊട്ടി വലിഞ്ഞു കിടക്കുന്ന ആ ഗൗണിനെയാണ്. പകുതിയും കീറിപ്പറഞ്ഞു പോയ ആ ചുവന്ന ഗൗൺ. സ്ത്രീയുടെ പുഞ്ചിരിക്കുന്ന മുഖവും ക്രൂരത നിറഞ്ഞ മുഖവും ഒരുപോലെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഹ, കണ്ടോ, നിനക്ക് ചേരുന്ന വേഷം ഇതാ, ഈ സാന്റാക്ലോസിന്റെ വേഷം എന്ന് പറഞ്ഞ് തന്നെ മുന്നിൽ അട്ടഹസിക്കുന്നവന്റെ ശബ്ദം അന്നയിലേക്ക് ഒരു തിരമാല പതഞ്ഞു വന്നിരുന്നു. ഒരലർച്ചയോടെ അവൾ ആ ഗൗണിനെ വലിച്ചു കീറാൻ ശ്രമിച്ചു. സാധിക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ബലത്തോടെ വലിച്ചു. നെറ്റിന്റെ അറ്റം വിരലുകളിൽ പറ്റിമുറിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നിട്ടും വലിച്ചു. ഹൃദയത്തിലേറ്റ മുറിവിനേക്കാൾ വലുതാകുമോ? വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ പരാജയപ്പെടലോടെ അന്ന കണ്ണീരിന്റെ ചുവയിൽ ഒന്ന് കിതച്ചു നിർത്തി. മുന്നിൽ കാണുന്നത് തന്റെ വികൃതമായ ശരീരമാണ്. മുഖവും വയറും ഉരുണ്ട് അവിടെ എവിടെയായി കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നിറഞ്ഞ തന്റെ തടിച്ചു വീർത്ത ശരീരം. അന്നക്ക് അറപ്പ് തോന്നി. ആ കണ്ണടിയിലേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ അവളുടെ കോപം വെന്തിരുകി. എന്തിനടി ഇങ്ങനെ ഒരു ജന്മം! ആനക്കുട്ടി, ചാക്കപ്പോത്ത്! അത്രമേൽ വേദനയോടെ തന്റെ പ്രതിബിംബത്തിന് മുന്നിൽ നിന്ന് കാർക്കിച്ചു തുപ്പി. നിന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂടി? ഇച്ചായൻ പറഞ്ഞ പോലെ ഒരു കണ്ണ് പൊടുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുവോ? വിതുമ്പലിൽ സ്വരം പോലും പടറിപ്പോയിരുന്നു. നീ ഒരു കോമാളിയാ. എല്ലാവർക്കും കളിയാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കോമാളി. കണ്ടില്ലേ എത്ര പേരുടെ മുന്നിൽ വെച്ചാൽ നീ ഇന്ന് അപമാനിക്കപ്പെട്ടത്? ഒരാൾക്കെങ്കിലും നിന്നോട് സഹതാപം തോന്നിയോ? സങ്കടം തോന്നിയോ? എങ്ങനെ തോന്നും അന്ന? കോമാളികൾ കരയുമ്പോ എല്ലാവർക്കും ചിരിക്കാനല്ലേ തോന്നും? ചിരിക്കാനല്ലേ? നെഞ്ചു പിളരുന്നു. അന്നയുടെ വാക്കുകൾക്ക് വിങ്ങൽ നിറഞ്ഞു വീണു. കണ്ണാടിക്കരികിലെ ലിപ്സ്റ്റിക്കിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലൂടെ കിടന്നു. രാവിലെ അത്രത്തോളം സന്തോഷത്തോടെ ചുണ്ടിലേക്ക് പകർന്ന തന്റെ ചുവന്ന ചായം നിറമികൾ അതിലേക്കായി മാത്രം പതിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം വെറുപ്പിനാൽ ചിലമ്പിച്ചിരുന്നു. ടേബിളിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് കൈ പിടിച്ച് ചുട്ടി കണ്ണാടിയിലേക്ക് നോക്കി. ആ മുഖത്ത് അങ്ങേയറ്റം മറപ്പോടെ അവൾ കുത്തി വരച്ചു. വീപ്പക്കുറ്റി! സ്വയം പുലമ്പി കരഞ്ഞ് കണ്ണാടിയിലേക്ക് ഊർന്നു വീണു പോയി പാവം. നിന്റെ പേര് ഇനി മുതൽ ആനമറിയ എന്നല്ല, ആനമറിയ. എന്താ ആനമറിയ? കൂയ്! ആനക്കുട്ടിയേ, നിനക്ക് പറ്റുന്നതെങ്കിലും പേരിട്ടാ പോരായിരുന്നോ? ഗുണ്ടുമുളകെ! എനിക്കെന്താടി അത്രക്ക് ഗതികേടാണോ നിന്നെ പോലൊരു ഉപ്പുചാക്കിനെ ചുമക്കാൻ? സ്ത്രീയുടെ അട്ടഹാസം ഒരു രാക്ഷസന്റേത് പോലെ കാതുകളിൽ കുത്തിപ്പിളർക്കുന്നു. ചുറ്റും കൂടിയുന്ന ചുവന്ന രാക്ഷസക്കൂട്ടവും ഒരു യക്ഷിയും തന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി കൂലി വരുന്നു. ആനക്കുട്ടി! പപ്പാ! പെട്ടെന്നാണ് ഒരു മിന്നൽ പിണറിന്റെ പ്രകമ്പനം കൊള്ളുന്ന ഒച്ചയിൽ ഞെട്ടലോടെ അന്ന തറയിൽ നിന്നും ചാടി എഴുന്നേറ്റത്. മുഖമാകെ വിയർത്ത് ഭയത്താൽ ശ്വാസം പോലും കിട്ടാതെ അവൾ കിതക്കുകയാണ്. അന്നൊരു മാത്രം ചുറ്റും കണ്ണോടിച്ചു. ചുറ്റും ഇരുട്ട് മൂടിയിരിക്കുന്നു. രാത്രിയായിരിക്കുന്നു. തന്റെ മനസ്സ് പോലെ. ദേഹം തളരുന്നുണ്ട്. ആകൊരു വിറയില് മരവിച്ചു തുടങ്ങിയ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് കാൽമുട്ട് കുത്തി അവൾ പടിഞ്ഞിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂട് ശരീരത്തിൽ ഊറിയടിക്കുന്നു. അപ്പോഴും ഉള്ളിൽ വിങ്ങുന്നത് ഭയമാണ്. ഇനിയും എല്ലാരും എന്നെ കളിയാക്കും. എല്ലാവർക്കും കളിയാക്കാൻ മാത്രം മതിയെന്ന്
സ്കൂളിലും കോളേജിലും ജനിച്ചു വന്ന ഈ വീട്ടിൽ പോലും ആർക്കും എന്നെ വേണ്ട. ആർക്കും. തനിച്ചല്ലേ ഞാൻ വീർത്ത് ഭൂമിക്ക് ഭാരം മാത്രമായി ജീവിക്കുന്നവള്. ഒരുപക്ഷെ എന്റെ പപ്പ പോലും. അന്ന ടേബിളിൽ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കി. കൂർത്തിരിട്ടിലും മിന്നലിന്റെ വെട്ടം അതിന്റെ വെള്ളാരങ്ങാണുകളെ അന്നക്ക് മുന്നിൽ തെളിച്ചു തന്നു. എന്റെ പപ്പ പോലൊന്നും ജീവനോടുണ്ടായിരുന്നെങ്കിൽ പപ്പ എന്നെ വെറുക്കായതല്ലേ? അവൾ വേദനയോട് ചോദിച്ചു. പറ പപ്പ, ഈ ചായം പറഞ്ഞ പോലെ അന്നക്കൊച്ചിന്റെ പപ്പ പോലും വെറുക്കുമായിരുന്നല്ലേ? ചുറ്റും നിശബ്ദത അണപൊട്ടുന്നു. അന്നയുടെ നോട്ടവും മനസ്സും ആ ചിത്രത്തിൽ തന്നെ പതിഞ്ഞിരുന്നു. വേണ്ട പപ്പ, അന്നക്കൊച്ചിന് ജീവിക്കണ്ട. എല്ലാവർക്കും കളിയാക്കാനായി മാത്രം ഇങ്ങനെ ഈ ജന്മിനി വേണ്ട. എനിക്കിനി ഒന്നും താങ്ങാനുള്ള ശേഷിയില്ല പപ്പ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തറയിൽ നിന്ന് എഴുന്നേറ്റു. നെഞ്ചു പെരുമ്പറ കൊട്ടിയാടുന്നു. ഓരോ ഞൊടിയിലും അപമാനത്തിന് തീനാളമോളെ ചൊട്ടു പൊള്ളിച്ചിരുന്നു. പിന്നെ നിന്നില്ല. വെപ്പാളത്തോടെ ചുറ്റും പരതി. മരിക്കണ നീ. ആർക്കും വേണ്ടാത്ത നിനക്ക് മരണം മാത്രമാണ് തുണ. മരിച്ചു കരയുമ്പോഴെങ്കിലും ഈ ശരീരം അഴുകി തീരുമല്ലോ, ഈ ഭാരം കുറയുമല്ലോ. പുലമ്പലോട് അലമാരിൽ നിന്നും വലമിച്ചിട്ട് 2 സാരി എടുത്തു. ഇടനെഞ്ചിലേക്ക് കണ്ണീരോടെ പൂഴ്ത്തി. ഞാൻ പോവാ പപ്പ. അന്നക്കൊച്ചിന് ജീവിക്കണ്ട. അങ്ങോട്ട് വരുവാ ഞാൻ. അവിടെ വരുമ്പോ ഈ ചായം പറഞ്ഞ പോലെ എന്നെ വെറുതേക്കല്ലേ പപ്പായെ. വിങ്ങൽ കുറുകിയതും സാരിയെ എടുത്തുകൊണ്ട് അവൾ കട്ടിലേക്ക് സ്റ്റൂള് കയറ്റി കയറി നിന്നു. സീലിംഗിന് കുറുകെ നീണ്ടു കിടക്കുന്ന കമ്പിയിലേക്ക് കുരുകിട്ടു. കുരുക്കിലേക്ക് കഴുത്ത് ചേർത്ത് തെല്ലൊരു മാത്രം കണ്ണീരോടെ മിഴികൾ പൂട്ടി. ആരൊക്കെ ചിരിക്കുന്ന ശബ്ദം ചെവി കീഴിൽ മൂളുന്നു. കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല. പോവാ പപ്പ, അന്നക്കൊച്ചി പോവാ. ശ്വാസം ഒന്ന് ആഞ്ഞുവിട്ട് കുരുക്ക് മുറുക്കാനായി തുനിഞ്ഞതും കർത്താവേ, പ്രാർത്ഥനയോടെ മിഴികൾ മൂടി. ഇടിമിന്നൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു നിഗൂഢമായി. പെട്ടെന്ന് ആ ഗാനം അന്നയുടെ കാതുകളിൽ അശരീരി പോലെ പ്രതിഫലിച്ചു. ഒരു നിമിഷം ഞെട്ടലോടെ അന്നം മിഴികൾ വെട്ടി തുറക്കുമ്പോ മുന്നിൽ കണ്ടത് ജനൽക്കരികെ ഗാനത്തിൽ തലയാട്ടി നിൽക്കുന്ന ഒരു സാന്റോബൊമ്മയാണ്. കടുംപച്ച ചുവപ്പ് നിറങ്ങളിൽ മിന്നിമായുന്ന മിഴികളോട് കൂടിയ ഒരു പാവക്കുട്ടി. അന്ന ഭയത്തോടെ നെടുങ്ങി വിറച്ചു പോയി. ചുറ്റും നെഞ്ചിരിപ്പോടെ നോക്കി. ആരാത്? മറുപടിയില്ല. തുറന്നു കിടക്കുന്ന ജനാല വഴി കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ഉത്തരമില്ലാത്ത ചോദ്യവുമായി വീണ്ടും അന്നയുടെ മിഴികൾ പിടഞ്ഞു. ആരാന്ന് ചോദിച്ചത്? അവളുടെ ശബ്ദത്തോടൊപ്പം ആ ഗാനം ഒരു നിമിഷം നിലച്ചു. ഉയർന്നു പൊന്നുന്ന ശ്വാസഗതിയോട് അന്ന പതിയെ പാവക്കുട്ടിയിലേക്ക് നീങ്ങി. ആരാ ഈ രാത്രി ഇവിടെ കൊണ്ടുവച്ചത്? പദം പറഞ്ഞ വിരലുകൾ നീട്ടി. അതിന്റെ കാലടിയിൽ ചെറിയൊരു കടലാസ്. വീണ്ടും ഭയം പതഞ്ഞു വരുന്നു. അവൾ കഴുത്തിരക്കിലെ വീർപ്പ് തുള്ളികളെ തുടച്ചു നീക്കിയ കടലാസിനെ വിറയിലൂടെ കയ്യിലേക്ക് എടുത്തു. വെളുത്ത കടലാസിലെ ചുവന്ന വടിവത്ത അക്ഷരങ്ങൾ. ആശങ്കയോടെ അന്നയുടെ മിഴികൾ അതിലൂടെ ഒഴുകി. നീയാൽ സ്നേഹം നിഷേധിക്കപ്പെട്ടവൻ, നീയാൽ ഹൃദയം പറിക്കപ്പെട്ടവൻ, നീയാൽ രക്തം ചിന്തി മുറിവേറ്റ് വീണവൻ. നിഹാരം പെയ്ത ശപിക്കപ്പെട്ട ക്രിസ്മസ് രാവിൽ വീണ്ടും കൃഷ്ണചരിതം പുനർജനിക്ക് യുദ്ധത്തിനായി കാലം മുറിവിളി കൂട്ടുന്നു നിനക്ക് വേണ്ടി. റിവഞ്ച്, ദ ഗെയിം ബിഗിൻസ് ഹിയർ. ആളിക്കത്തുന്ന തീനാളം പോലെ എഴുതി തീർത്ത ആ വരികൾ അന്നക്കൊന്നും മനസ്സിലായില്ല. അതിശയത്തോടെ വീണ്ടും ആ പാവക്കുട്ടിയിലേക്ക് നോക്കി ആവർത്തിച്ച് വീണ്ടും അത് പാടി തുടങ്ങിയിരുന്നു. ഒരു നിമിഷം അപ്രതീക്ഷിതമായതിനാലാവാം അന്ന പിന്നിലേക്ക് ആഞ്ഞു പോയതും അറിയാതെ അവളുടെ കൈതട്ടി അന്നയുടെ പപ്പയുടെയും അമ്മയുടെയും ചിത്രം താഴേക്ക് വീട് ചില്ലുടഞ്ഞു പോയിരുന്നു. എടാ ശ്രീയെ, ഇന്നേക്ക് മതിയടാ. നല്ല ഉഗ്രം മഴ വരുന്നുണ്ട്. പോളി ഇടിയും മിന്നലും. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഓരം പറ്റിയ ശ്രീയുടെ ഫ്രണ്ട്സ് ഒരുവൻ ഉറക്കെ പറയുന്നുണ്ട്. ഒന്നും ശ്രദ്ധിക്കാതെ ശ്രീ ഫുട്ബോൾ കാലുകൊണ്ട് ഉരുട്ടി തന്നു. എടാ ശ്രീയെ, നിങ്ങൾ പൊക്കോടാ. എനിക്കൊന്ന് നല്ല മൂടാ. ഇച്ചിരി നേരം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം. അവൻ നെറ്റിലെ വീർപ്പ് തുള്ളികളെ ലാഘവത്തോടെ തുടിച്ചു നീക്കി. നിന്റെ മൂടെന്താന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ധീയുടെ പിണക്കം മറിയത് പ്രമാണിച്ച് ഇന്നവൾ കാര്യമായിട്ട് തന്നൂലേ? ഓ ഭാഗ്യവാൻ. ഒരാഴ്ച പിണങ്ങി നടന്നാലെന്താ? നമ്മളുണ്ട് സിംഗിൾ പസംഗയും പഠിതാ ഇതുപോലെ പന്തുരുട്ടി ജീവിതം തീർക്കാൻ. ബേജാറാവണ്ടളിയ. അതിനല്ലേ ഈ വർഷം ദൈവം തമ്പുരാനായിട്ട് കുറെ കിടക്കാച്ച് ജൂനിയർ പെൺപിള്ളേരെ ഇറക്കുമേ ചെയ്തു തന്നത്. അതിലേതെങ്കിലും നിന്നെ സൗകര്യം പോലെ വളച്ചെടുത്തൂടെ അളിയാ. പിന്നെ പെരുമ്പാമ്പോലെ എന്നൊരു ചുറ്റി വലിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രം എനിക്കതിനുള്ള ചാൻസ് ഇല്ല മോനെ. ഇന്നലെ കണ്ടില്ലേ ആ തടിച്ചിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തേന് നീയെ കാണിച്ച പുകില്. അവസാനം ആ പെണ്ണിനെ പഞ്ഞ കിട്ടപ്പോഴാ അവളൊന്നും അടങ്ങിയത്. ശ്രീ വല്ലാത്തൊരു ഭാവത്തോടെ താടിയൊന്നും ഒടിഞ്ഞു. അത് മനസ്സിലായി. എന്നല്ല തടിച്ചു വെച്ചിട്ട് കരയിപ്പിച്ചാലെന്താ? നിന്റെ കാര്യം നടന്നില്ലേ? ഓ ഇതൊക്കെ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ശ്രീയെ. ആ ആനക്കുട്ടിയെ പറഞ്ഞു പറ്റി സ്റ്റേജിൽ കൊണ്ടുവരാനും നാണം കെട്ടി ഇറക്കി വിടാനും. അവൾ ആ സാന്റാക്ലോസിന്റെ ഡ്രസ്സിട്ട് നിന്നിരുന്ന നിൽപ്പ് ചിരിച്ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാടലകി. കൂട്ടത്തിൽ നിന്ന് വീഴും ചിരിയോടെ പറഞ്ഞ നിമിഷം പെട്ടെന്ന് ഇടിമിന്നൽ ശബ്ദത്തോടെ അവിടെ ഭാഗം നിറഞ്ഞു തൂകി. ഒരു ഞെട്ടിലോടെ എല്ലാവരുടെയും പരിഹാസിച്ചിരി ഭയപ്പാടിൽ നിന്നുപോയി. തെല്ലൊരു നെഞ്ചിരിപ്പോടെ കൂട്ടം കൂടി നിന്നവർ ചുറ്റും കണ്ണോടിച്ചു. സ്റ്റേഡിയത്തിലെ ലൈറ്റ് പോസ്റ്റ് മിന്നിക്കത്തുന്നു. പേടി മിഴികളിൽ നേർത്തു വന്നതും എല്ലാവരും പരസ്പരം നോക്കി.
ശ്രീ നമ്മൾ പോവാട്ടോ, നീ വരുന്നില്ലല്ലോ. ദേ നല്ല പോളപ്പം മിന്നല. ഇനി ഇവിടെ അധികം നിന്നാ ചിലപ്പോ മിന്നൽ മുരുടെ ആയിട്ട് ഭിത്തിയിൽ മാല എടുത്ത് തൂക്കാം. വാടാ. ശ്രീ ചുണ്ടുകൊണിച്ച് ലാഘവത്തോടെ തലയനിക്ക്. ഫ്രണ്ട്സ് എല്ലാവരും ബാഗുകളെ തോളിലേക്ക് തൂക്കിയെടുത്ത് ശ്രീയോട് യാത്ര പറഞ്ഞ് ഗൗഡിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അവന്റെ ചുണ്ടിൽ പൂച്ച നിറഞ്ഞൊരു പുഞ്ചിരി വീണിരുന്നു. പേടിത്തൊണ്ടന്മാര്. അവരെ ഒന്ന് നോക്കി വീണ്ടും ശ്രീ ഫുട്ബോൾ തട്ടാൻ തുടങ്ങിയിരുന്നു. നേരം വല്ലാത്തൊരു നിഗൂഢത നിറഞ്ഞ അന്തരീക്ഷം. നിശബ്ദത എന്നും പറഞ്ഞു നിന്നു. ആ നിൽപ്പിൽ പെടുന്നതിനെ പിന്നിൽ നിന്ന് മറ്റൊരു ബോളിംഗ് വെച്ച കാതിൽ വന്ന് വീണു. തന്നെ ആരോ പിന്തുടരുന്നത് പോലെ. ഉള്ളിൽ സംശയം തട്ടിയതും പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. പിടപ്പോടെ കൃഷ്ണമണികൾ അവിടെ മാകെ ഓടി നിന്നു. ഇല്ല, ആരുമില്ല. തോന്നിയതാണ്. വീണ്ടും ബോളിലേക്ക്. ഫുട്ബോൾ കൊണ്ട് കസരത്ത് കാട്ടി തട്ടുമ്പോ എന്തോ മനസ്സിൽ അന്നയുടെ മുഖം ഓടി വന്നിരുന്നു. ആൻമരിയ, ആനമറിയ. ശ്രീ ആ പേരിനോടൊപ്പം കീഴ്ചുണ്ട് കടിച്ചു വിട്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആ തടിച്ചേ കാണാൻ ഇന്നൊരു ശാന്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗുണ്ടുമല് വിരിഞ്ഞു നിൽക്കണ പോലെ. അവൻ വശ്യമായി ചിരിച്ചുകൊണ്ട് പിൻകഴുത്തിനെ തലോടി. ആ നീ ഒരു ഗ്യാപ്പ് തരാത്തോണ്ടാ. അല്ലാതെങ്കിൽ എപ്പോഴും ഈ ശ്രീ വളച്ചെടുത്തേനെ. സംഭവിച്ചിട്ട് തടി കൂടുതലാണെങ്കിലും പെണ്ണ് മുടിഞ്ഞ ചരക്കാ. പെട്ടെന്ന് അവന്റെ ഉച്ചം തലയിലേക്ക് മറ്റൊരു ബോൾ പാറക്കല്ല് പോലെ വന്ന് വീണു. ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീ തിരിഞ്ഞു നോക്കി. ആരാത്? മറുപടി മിന്നൽപ്പിണകൾ മാത്രമായിരുന്നു. ഹൃദയം ഭയത്തിനാൽ അരണ്ടു. ഇതപ്പോടെ ചുറ്റും പരതിയപ്പോൾ വീണ്ടും മറ്റൊരു ബോൾ അവന്റെ ചെകിത്തടിച്ച് തെറിച്ചു. ഏവനാണത്? ശ്രീയെ കളിപ്പിക്കാം. പൊന്നു മോനെ, എന്നോട് കളിക്കാൻ നിൽക്കരുതേ. വിവരറിയി ശ്രീരാഗ്. പറഞ്ഞു തീരും മുമ്പ് മറ്റൊരിടത്തു നിന്നും ബോൾ തെറിച്ചു വന്ന് ശ്രീയുടെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. ഇടിയിലാഘാതത്തിൽ ശ്രീ താഴേക്ക് വേച്ച് വീണുപോയി. അവനെയും കടന്ന് ആ ബോൾ ഗോൾ പോസ്റ്റിലേക്ക് വന്ന് വീഴുന്നത് ഭയത്തോടെ കണ്ടെത്തുന്ന ശ്രീ പേടിയും ആശങ്കയും കൊണ്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ മുന്നിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ പേടി ശ്രീയെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. സ്റ്റേഡിയത്തിന്റെ പോസ്റ്റിലെ മഞ്ഞ വെളിച്ചം കണ്ണുകളിൽ തുളച്ചു കയറി. അത് താങ്ങാൻ കഴിയാതെ ശ്രീ പുറം കൈകൊണ്ട് മുഖത്തെ പൊത്തി പിടിച്ചു. കിതപ്പിൽ അവൻ ഇടനെഞ്ചം വിളകി മറിയെ മഞ്ഞ വെളിച്ചം മറച്ചൊരു രൂപം തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കൂട്ടിയടച്ച മെടികളോട് ശ്രീ താലയുയർത്തി നോക്കി. നിമിഷം കണ്ണുകളെ ചുയിന്നെടുത്തുകൊണ്ട് മിന്നൽ ശബ്ദം അവിടെ ഭാഗം മുഴങ്ങിയിരുന്നു. ക്രിസ്മസ് പാപ്പാനിയുടെ മുഖം മുടിയണിഞ്ഞ് ചുവന്ന കൂട്ടിട്ടൊരു രൂപം. രാവിലെ അന്നയ്ക്ക് വെച്ചു കൊടുത്ത അതേ മുഖംമുടി. ശ്രീയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. നീ ആരാ? സംശയത്തിൽ വാക്കുകൾ നുള്ളിപ്പൊറുക്കവേ അവൻ ശ്രീയെ കോളറിൽ വാരിയെടുത്തു. മുന്നിലേക്ക് പിടിച്ചു നിർത്തി ഫുട്ബോൾ തട്ടും പോലെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. വീഴാൻ പോയവനെ പിടിച്ചു നിർത്തി ഇരു കവളിലും മാറി മാറി മുഷ്ടി ചൂട്ടി വീശിയടിച്ചു. ആ പല്ല് പൊടിയുന്ന ശബ്ദത്തോടെ ശ്രീ അലറി വിളിച്ചു പോയി. നാലാമത്തിടിയിൽ തിരിച്ച് പ്രതികരിക്കാൻ ഉയർത്തിയ ശ്രീയുടെ ബലം കൈ. ചോദ്യത്തോടെ ശ്രീയുടെ കൈയുയരവെ കൈത്താണ്ടിയിൽ അവൻ അമർത്തി പിടിച്ചിരുന്നു. കുനിച്ചു നിർത്തി മുട്ടുകാലും അടക്കി നാഭിയിലേക്ക് കുത്തിയടിച്ച ശേഷം അവന്റെ ബലം കൈ പിടിച്ച് തിരിച്ചു വെച്ചു. ആ അമ്മേ! ശ്രീയുടെ പ്രാണൻ പോകുന്ന നിലവിളി. എന്നിട്ടും കലിയടങ്ങാതെ നേരെ നിർത്തി അവന്റെ മൂക്കിൻ പാലം നോക്കി മോതിരാഗ്രഹം വെച്ച് ബലത്തിൽ ഇടിച്ചു പതിപ്പിച്ചു. അവന് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. പാലം പൊട്ടി മൂക്കിൽ നിന്നും കൊഴുത്ത രക്തം ഇറങ്ങി വരുന്നു. അതോടെ അവനെ പൊക്കിയെടുത്ത് 2 വട്ടം കറക്കി തറയിലേക്ക് വെട്ടുകല്ല് പോലെ എടുത്തെറിഞ്ഞു. വീണത് എവിടെയാണെന്ന് പോലും അറിയാതെ ശ്രീ കുഴച്ചിലൂടെ തലപൊന്തിക്കാൻ നോക്കി. കണ്ണിന് ഇട്ട് കയറി കാതിലൊരു മൂളൽ മാത്രം കേൾക്കുന്നു. അടുത്ത നിമിഷം അവന്റെ തലമുടിയിൽ പിടിച്ച് പോസ്റ്റ് വരെ തറയിലൂടെ വലിച്ചെടുത്ത് കൊണ്ടുപോയി. ഗോൾ പോസ്റ്റിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് നെറ്റിന്റെ കമ്പിയിലേക്ക് അവന്റെ നെറ്റിയെ ആഞ്ഞിടിപ്പിച്ചു. മതിവരുവോളം അവന്റെ കത്തുന്ന കോപം മുഴുവൻ പോസ്റ്റ് കമ്പിയിൽ ചോരത്തുള്ളികളായി തെറിച്ചു കെട്ടി. നെറ്റി വിളുന്ന രക്തം പടർന്നു വീഴുന്നു. മുഖം മൂടിക്കൊള്ളിലെ 2 വൈരക്കാലികൾ പ്രതികാരത്തോടെ ചിരിക്കുന്നു. അപ്പോഴാണ് ആ മുഖമൊന്ന് വിട്ടുന്നത്. ഒടുവിൽ അവനെ നിവർത്തി നിർത്തി ഫുട്ബോൾ ചവിട്ടും പോലെ നെഞ്ചിലേക്ക് നോക്കി വീശിയുള്ള അവന്റെ ചവിട്ടി ശ്രീ ഗോൾ പോസ്റ്റിലേക്ക് തെറിച്ചു വീണു. ശിവനിത് ഏത് ജില്ല എന്നൊരു ഭാവത്തോടെ ശ്രീ പാതി തീർന്ന നിലത്ത് പതിഞ്ഞു കിടന്നു. ചോര വാർന്നൊഴുകുന്ന മിഴികളെ മെല്ലെ പ്രയാസപ്പെട്ട് തുറക്കുമ്പോൾ മുന്നിൽ കണ്ടത് അവന്റെ ദൃഢമേനി മാത്രമായിരുന്നു. ഇടുപ്പിലേക്ക് ഇരു കൈകളെയും ചുരുട്ടി വെച്ച് നിൽക്കുന്ന ആ രൂപം. ബട്ടണുകളില്ലാത്ത ആ ചുവന്ന സാന്റാവേഷത്തിൽ മസിലുകൾ നിറഞ്ഞ അവന്റെ ഒറ്റ ശരീരം മാത്രമേ വ്യക്തമായി ശ്രീയുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടു. ഒരിക്കലേ കണ്ടുള്ളൂ. പിന്നെ അതേ സ്പീഡിൽ ശ്രീ വലയിലേക്ക് ചാഞ്ഞുപോയി. അവൻ പതിയെ ശ്രീയുടെ മുന്നിലേക്ക് നടന്നു നിന്നു. കാലുകൊണ്ട് ശ്രീയെ ചവിട്ടി മാറ്റി തറയിലേക്ക് മുട്ടുകുത്തി. തള്ളവിരൽ കൊണ്ട് അറപ്പോടെ ശ്രീയുടെ കീഴ്ത്താടിയെ തട്ടിവിടുമ്പോ വേദന നിറഞ്ഞൊരു പരിഹാസ്യരി മുഖംമൂടിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. എന്തിനായിരുന്നു നീയെല്ലാം കൂടി ആ പാവത്തിന്? എന്ത് തെറ്റാ അവൾ നിങ്ങളോടൊക്കെ ചെയ്തത്? അവന്റെ സ്വരം ഇടർച്ചയോടെ മുഴങ്ങി നിൽക്കെ കേൾക്കാൻ കൂടി ശക്തി ഉണ്ടായിരുന്നില്ല ശ്രീക്ക്. മറ്റെങ്ങോ നോക്കിയൊരു ദീർഘനിശ്വാസത്തോടെ അവൻ വേദനയെ അടക്കി നിർത്തി. പിന്നെ തെളിഞ്ഞു വന്ന ശ്രീക്ക് നേരെയുള്ള വാശിയായിരുന്നു. ഒരു ഗർജനം പോലെ അവന്റെ ശബ്ദം ശ്രീക്ക് മുന്നിൽ ഉയർന്നു. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. ഇനി എന്റെ അന്നയെ നീ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ആത്തിമുറ്റം തറവാടിലെ പത്മനാഭന്റെ മൂത്ത സൽപുത്ര മോനെ ശ്രീരാഗേ. ശ്രീരാഗ് കുഴച്ചിലോടൊന്ന് മൂടാൻ ശ്രമിച്ചു. ഞാൻ ഇനിയൊരു വാരം കൂടി അങ്ങ് വരും. അന്ന് പക്ഷെ നീ ജീവനോടുണ്ടാകില്ല. പച്ചയ്ക്ക് ചിതിയിറങ്ങി കാത്തിക്കും ഞാൻ. കേട്ടോ പോന്ന. ഒന്ന് കയ്യോങ്ങിയവൻ പാതി ചത്ത് കിടന്ന ശ്രീക്ക് മുന്നിൽ നിന്നും പതിയെ എഴുന്നേറ്റു. മുന്നിലേക്ക് നടക്കുമ്പോ പിറകിൽ നിന്നും ഒരു മുരൾച്ച.
ആരാ നീ? ആ നേരത്തെ ചുണ്ടിൽ വിടുന്ന പുഞ്ചിരി തിരിഞ്ഞു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി 4 ദിക്കും പ്രതിഫലിച്ചുകൊണ്ട് അവൻ തന്റെ പേര് ഉറക്കിയലറി. അഗ്നി! സ്ത്രീയുടെ കാതുകളിൽ ആ നാമം തീപ്പന്തം പോലെ തുളച്ചു കയറി. നിമിഷം അവന്റെ ഉറച്ച ശബ്ദത്തോടൊപ്പം മിന്നൽ പടരുകൾ ആ സ്റ്റേഡിയം ആകെ താളം ചവിട്ടി നിന്നിരുന്നു.